അവരോട് ആരോ പറഞ്ഞതാണ് ഇങ്ങനെ കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുക്കുക, എല്ലാ കാര്യങ്ങൾക്കും ഒരു സമാധാനം ഉണ്ടാകുന്നു. അപ്പോൾ അവർക്ക് അതിനെക്കുറിച്ച് അറിയത്തില്ലല്ലോ. അവർ പറയുന്നു ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഒന്നും ഒരു ഐഡിയയും ഇല്ല. ഇപ്പം ക്രിസ്ത്യൻസിനാണെങ്കിൽ പിന്നെ എന്തെങ്കിലുമൊക്കെ ഒരു ഐഡിയ കിട്ടും. പക്ഷേ ഇന്നലെ ഉടമ്പടി എന്ന് പറഞ്ഞാലും ഇവിടെ വന്ന് അത് എടുക്കാത്തതും കാലം ക്രിസ്ത്യൻസിൻ്റെ കാര്യം അറിയത്തില്ലല്ലോ, അവർക്ക് പുതിയ കാര്യമല്ലേ. അപ്പോൾ അതേസമയം ഇപ്പോൾ സ്വാതിയും പൊന്നിയും വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം അവർ പറയണത് ഞങ്ങൾക്ക് അതിനുശേഷം വല്ലാത്ത ധൈര്യം കിട്ടാൻ തുടങ്ങി. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ വിഷയങ്ങൾക്ക് അപ്പോൾ അവർ പെട്ടെന്ന് അവരുടെ ഒരു ആൻറ്റി പറഞ്ഞു, ഇപ്പോൾ കൃപാസനത്തിൽ പോകാമെന്ന് ഇവർ തീരുമാനിച്ചതേ ഉള്ളൂ. അപ്പോൾ തന്നെ ആ തീരുമാനം കറക്റ്റാണെന്ന് അറിയാൻ വേണ്ടി കൺകറൻസ് വന്ന് അടുത്ത ഫോണിൽ ഒരു ആൻറ്റി പറഞ്ഞു, നിങ്ങൾക്ക് കോയിറ്റ് സ്കൂളിലെ 2 വേക്കൻസി ഉണ്ട്, നിങ്ങൾക്ക് വേണേൽ അത് അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞു. അതൊക്കെ പെട്ടെന്നുണ്ടായിരുന്ന ലൈറ്റ്നിങ് സ്പീഡ് ഉണ്ട് ഇതിൻ്റെ. എന്തിനാണ് ഞാൻ ഇങ്ങനെ ഇത് ഉടമ്പടി എടുത്തുകൊണ്ടത്? നിങ്ങൾ മാത്രമല്ല, ആഗോള തലത്തിൽ 2-3 ലക്ഷം പേരോടാണ് ഒരാഴ്ചയിൽ 3 lakhs ആൾക്കാരാണ് ഉടമ്പടി ധ്യാനം കൂടുന്നത്. അപ്പോൾ എല്ലാവരും വ്യത്യസ്തമായ ജീവിത സാഹചര്യങ്ങളിലാണ്. അപ്പോൾ നമുക്ക് എല്ലാവരെയും ഈശോ അഡ്രസ്സ് ചെയ്യണം. ഇതിലൂടെ ഒന്ന് പ്രാർത്ഥിച്ച്, കർത്താവേ ദൈവമേ, ഈ ഉടമ്പടി ധ്യാനം കൂടുന്ന എല്ലാ ഭൂഖണ്ഡങ്ങളിലുള്ള എല്ലാവരുടെ ജീവിത പ്രശ്നങ്ങളെ, ആധികളെ, വ്യാധികളെ, വ്യഥകളെ ഞങ്ങൾ അങ്ങയുടെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, എന്നതുപോലെ എല്ലാ മക്കൾക്ക് വേണ്ടി ഈ നിമിഷം മധ്യസ്ഥം വഹിക്കണം. കൃപാസനത്തിന്റെ അമ്മേ, പ്രസാദപരമാതാവേ. അതായത് ഇപ്പൊ സ്വാതിയുടെയും പൊന്നിയുടെയും വിഷയം എന്താണ്? അവർ ഈ മാർക്കറ്റിംഗ് ഷോപ്പിൽ നിന്നതുകൊണ്ട് അവിടെ 2 കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ പറ്റണില്ല. അവർക്ക് തന്നെ കടങ്ങളുണ്ട്, അത് കൊടുക്കാനും പറ്റണില്ല, കടം വീട്ടാനും പറ്റണില്ല, ഭക്ഷണം കഴിക്കാനും പറ്റണില്ല, കാര്യം കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനും പറ്റണില്ല. ഇതാണ് വ്യഥ എന്ന് പറയണത്. ഇതാണ് വ്യഥയാണ് ക്രിസ്തു അഡ്രസ്സ് ചെയ്യുന്ന ഒരു കാര്യം. രോഗങ്ങളുണ്ട്, ജീവിത പ്രശ്നങ്ങളുണ്ട്. ജീവിത പ്രശ്നങ്ങളിലൂടെ എന്തുകൊണ്ടാണ് ഞാൻ ജപ്തി നടപടിയുള്ളവരെല്ലാം എല്ലാ ദിവസവും അച്ഛനെ കാണാൻ അനുവദിക്കുന്നു എന്നതാണ്. നമുക്കൊരു ദിവസം 500-600 ഉടമ്പടി നടക്കും. ഇപ്പം ഇന്നത്തെ ആൾക്കാരെല്ലാം കാണത്തില്ല. കാണുന്ന ആരെയാണ്? മോസ്റ്റ് സീരിയസ് ആയിട്ടുള്ള ആൾക്കാരെ കാണും, ഏറ്റവും അർജൻസി ആയിട്ടുള്ള ആൾക്കാരെ കാണും. അതിൻ്റെ രേഖ ഒരു ഓഫീസിൽ കാണിച്ചാൽ കാണാൻ പറ്റും. ഞാൻ എന്താ എടുക്കുന്നത്? ഞാൻ വളരെ സിമ്പിളായിട്ട് എടുക്കണേ. എന്താ കാര്യം? അത് അഷുറൻസിലുള്ളതാണ്, കർത്താവിൻ്റെ വാഗ്ദാനങ്ങളുള്ളതാണ്. നിങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഞാൻ നോക്കുന്നത് ഇത് വാഗ്ദാനത്തിലുള്ളതാണോ എന്ന് നോക്കും. വാഗ്ദാനത്തിലുള്ളതാണെങ്കിൽ നമുക്ക് അവകാശമുണ്ടാകും. മനസ്സിലായില്ലേ? അതാണ് വിഷയം. വാഗ്ദാനത്തിലുള്ളതാണെങ്കിൽ അവകാശമുണ്ട്. വ്യഥകളെ ആശ്വസിപ്പിക്കുന്നത് വാഗ്ദാനത്തിലുള്ളതാണ്. അതിനുവേണ്ടി വാഗ്ദാനങ്ങളുടെ സാകല്യമാണ് ജീസസ്. 1 Corinthians 1:20 വായിച്ച ശ്രുതികട്ടെ ഹല്ലേലൂയ സകല വാഗ്ദാനങ്ങളും ക്രിസ്തുവിൽ അതെ എന്ന് തന്നെയാണ്. ജീവന്റെ തിരുഭോജ്യമേ, ആരാധന പാടം മാലാഖമാർക്കും ജീവന്റെ തിരുഭോജ്യമേ. ഓ ദിവ്യമാ സ്നേഹമേ, ഓ ദിവ്യകാരുണ്യമേ, ഓ ദിവ്യമാ സ്നേഹമേ, ഓ ദിവ്യകാരുണ്യമേ. 2 Corinthians 1:20 വായിച്ചോളൂ. ദൈവത്തിന്റെ സകല വാഗ്ദാനങ്ങളും പറഞ്ഞ ദൈവത്തിന്റെ സകല വാഗ്ദാനങ്ങളും ക്രിസ്തുവിൽ അതേ എന്ന് തന്നെ. അതുകൊണ്ട് തന്നെയാണ് ദൈവമഹത്വത്തിന് അവൻ വഴി ഞങ്ങൾ ആമേൻ പറയുന്നത്. അതായത് സകല വാഗ്ദാനം, ഒരു മനുഷ്യന്റെ മെയിൻ ഫിസിക്കാലിറ്റി ആൻഡ് സ്പിരിച്വാലിറ്റി, അവന്റെ ആത്മീയതയും അവന്റെ ഭൗതികതയും മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടി ദൈവം കൊടുക്കുന്ന ഇൻസെൻറ്റീവാണ് വാഗ്ദാനം. ഇൻസെൻറ്റീവ് അല്ല, അതൊരു പാക്കേജാണ്. ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി മനുഷ്യൻ സൃഷ്ടിച്ചപ്പോൾ ഇന്ന കാര്യങ്ങൾ കൊണ്ട് ഫിസിക്കാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാം. ഇപ്പോൾ എന്താ, നിങ്ങൾക്ക് ജോലി പഠിക്കണം എന്തിനാണ്? നിങ്ങൾക്ക് ജോലി കിട്ടാൻ എന്തിനാണ്? പണം കിട്ടാൻ എന്തിനാണ്? വീട് വെക്കാൻ എന്തിനാണ്? നീ സുരക്ഷിതമായിട്ട് അവിടെ താമസിക്കാൻ. അപ്പോൾ ഇങ്ങനെ എല്ലാം ഈ ബേസിക് നീഡ്സ് എല്ലാം സകല വാഗ്ദാനങ്ങളുടെ കൂട്ടത്തിലുള്ളതാണ്. ബേസിക് നീഡ്സ് അല്ല മനുഷ്യൻ്റെ. ഇപ്പോൾ ചില പറയില്ലേ സമ്പത്തിൻ്റെ സുവിശേഷമാണ്, അത് സുവിശേഷമല്ല. പുരുഷൻ്റെ സുവിശേഷമാണ്, പുരുഷ സുവിശേഷം എന്നൊക്കെ പറഞ്ഞ് കുറേ ആൾക്കാർക്ക് പറയത്തില്ലേ. പക്ഷേ ഇതെല്ലാം കൂടിയതാണ് സുവിശേഷം.
സകല മനുഷ്യരെ ഉദ്ദേശിക്കുമ്പോൾ ആത്യന്തികമായിട്ട് ആത്മരക്ഷയാണെന്നുണ്ടെങ്കിലും അനുദിന ജീവിതത്തിൻ്റെ എല്ലാ മനുഷ്യൻ്റെ അവസ്ഥകളെയും സുവിശേഷം അഡ്രസ്സ് ചെയ്യുന്നത് കൊണ്ടാണ് യേശു എക്കാലവും എല്ലാവർക്കും രക്ഷകനായി ഏത് ദിവസവും അനുഭവവേദ്യമാകുന്നത്. കൈയടിച്ച് കർത്താവിനെ സ്തുതിക്കട്ടെ. പാസ്പോർട്ടിൻ്റെ അത് ഡേറ്റിൻ്റെ പ്രശ്നമുണ്ട്, ജനനത്തീയ പ്രശ്നമുണ്ട്, പേരിൻ്റെ പ്രശ്നമുണ്ട്. ഇതെല്ലാം വന്നിട്ട് പാസ്പോർട്ടിൻ്റെ 1ാം കൗണ്ടർ 2ാം കൗണ്ടറിലൊക്കെ ഇവർ റിജക്ട് ചെയ്യും. 1ാം കൗണ്ടറിലും 2ാം കൗണ്ടറിലും ഇവർക്ക് പാസ്പോർട്ട് റിജക്ട് ചെയ്യും. കാര്യം പേര് രണ്ടും രണ്ടായാണ്. അപ്പം അതുകൊണ്ട് അവർ മനസ്സിൽ അവരുടെ മുമ്പിലുള്ളത് ഉടമ്പടി കാശുരൂപമാണ്. ഉടമ്പടി കാശുരൂപം വിളിച്ചുകൊണ്ട് 1ാം കൗണ്ടർ 2ാം കൗണ്ടർ റിജക്ട് ചെയ്ത പാസ്പോർട്ടുമായിട്ട് ഒരു പാസ്പോർട്ട് അപേക്ഷമായിട്ട് 3ാം കൗണ്ടറിലേക്ക് പോകും. എന്ത് നോൺസെൻസാണ് സാധാരണ. അതായത് ക്രിസ്തു നമ്മുടെ കൂടെ ഉള്ളപ്പോൾ നമുക്കൊരു പ്രത്യാശയാണ് ഇതെവിടെയെങ്കിലും കൊണ്ടുപോയി കർത്താവ് ഈ വിഷയത്തിൽ സെറ്റ് ചെയ്യുമെന്നുള്ളത്. 3ാം കൗണ്ടറിൽ ചെന്നപ്പോൾ ഈ 2ാം കൗണ്ടറുകാരൻ 3ാം കൗണ്ടർ ഓഫീസർ പറയുന്നത് ഈ പാസ്പോർട്ട് കൊടുക്കാൻ പറ്റത്തില്ല, ഇതിന് ഇങ്ങനെയുള്ള കുഴപ്പങ്ങളുണ്ടെന്ന്. ഉടനെ ഈ 3ാമത്തെ കൗണ്ടറിൽ ഓഫീസർ പറയുന്നത് ഇങ്ങനെയുള്ള കാര്യം ഇപ്പം നോക്കണില്ല, ഇവർക്ക് ഞാൻ പാസ്പോർട്ട് കൊടുക്കണമെന്ന്. കൈയിടിച്ച് കർത്താവിനെ ചൊല്ലി ജീവന്റെ തിരുഭോജിനേ ആരാധന പാടം ജീവന്റെ തിരുഭോജിനേ. അതെ, നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട വിഷയം, നിങ്ങളുടെ ജീവിതത്തിന്റെ പ്രശ്നങ്ങൾ എന്താണെങ്കിലും അതിന് ക്രിസ്തുവിൽ പരിഹാരമുണ്ട്. ക്രിസ്തുവിനെ സ്വീകരിക്കുന്നത് സിമ്പിളാണ്. അതാണ് വിഷയം. അതാണ് ഇത്രയും നേരം പരിശുദ്ധാത്മ പറഞ്ഞുകൊണ്ടിരുന്നത്. രക്ഷ നിന്റെ ഹൃദയത്തിലുണ്ട്, അധരത്തിലുണ്ട്. ജസ്റ്റ് സ്പെല്ലിറ്റ്, അത്രേ ഉള്ളൂ. നീ അത് യേശുവേ ഞാൻ നിന്നെ വിശ്വസിക്കുന്നു എന്ന് മാത്രം പറഞ്ഞാൽ ആ സമയം മുതലേ നിനക്ക് കൃപ നിന്നിലേക്ക് ഒഴുകാൻ തുടങ്ങും. പക്ഷെ അതിന് പിന്നെ ആ കൃപ നിലനിൽക്കാൻ വേണ്ടി, കാര്യം കർത്താവ് എപ്പോഴും നിലനിൽപ്പിനെ കുറിച്ച് പറയും അല്ലേ, ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ഫലമുണ്ടാകാനും. അവരുടെ ഫലം 15-16 ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. യോഹന്നാന്റെ സുവിശേഷം ശ്രദ്ധിക്കട്ടെ. യോഹന്നാൻ 15-16 നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുന്നതിനും നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുന്നതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കുന്നതിനും വേണ്ടി ഞാൻ നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നു. സോ ദിസ് വിഷയം, അതായത് നമുക്ക് ലഭിക്കുന്നതിന് ഓൺലി സിംഗിൾ മെക്കാനിസമേ ഉള്ളൂ, ജസ്റ്റ് ബിലീവ് ഇൻ ഇറ്റ്. കർത്താവിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ അനുഗ്രഹത്തിന്റെ വാതിൽ ഓപ്പൺ ചെയ്യും. പക്ഷേ അനുഗ്രഹത്തിന് ഒരു പ്രോബ്ലം ഉണ്ട്. അനുഗ്രഹം നമുക്ക് അവകാശമാക്കുകയും അനുഭവിക്കുകയും വേണ്ടേ. 2 കാര്യങ്ങളുണ്ട്. അനുഗ്രഹം അനുഭവേദ്യമാകണം അല്ലേ. അപ്പം അനുഭവേദ്യമാകണമെങ്കിലാണ് പിന്നീട് നമ്മളത് വിശുദ്ധിയിൽ നിലനിൽക്കേണ്ട ആവശ്യമൊക്കെ വരുന്നത്. അവിടെയാണ് വിഷയം. അത് അനുഭവേദ്യമാകുക എന്നുള്ളത് ഇപ്പോൾ അനുഭവിക്കാൻ യോഗ്യമില്ലാതിരിക്കുന്നവരില്ലേ. അപ്പം നമുക്ക് അനുഗ്രഹം കിട്ടിയാൽ മാത്രം പോരാ, ആ അനുഗ്രഹത്തിൽ നമ്മൾ നിലനിൽക്കണം. അനുഭവവേദ്യമാകണം നമുക്ക്. അപ്പം അനുഭവവേദ്യമാകണം എന്നുണ്ടെങ്കിൽ ഇപ്പം അവർ കേട്ട വചനം അവർക്ക് അനുഭവപ്പെട്ടില്ല. അനുഭവപ്പെടാതിരിക്കാൻ ഹെബ്രായർ 4:2 നമ്മൾ ഇടയ്ക്ക് വായിക്കുന്നില്ലേ? ഹെബ്രായർ 4:2 അവർ കേട്ട വചനം അവർക്ക് പ്രയോജനപ്പെട്ടില്ല. കാരണം അവർ അത് വിശ്വസിച്ചില്ല. അപ്പൊ വിശ്വാസത്തിന്റെ കൂടെ, ആ വിശ്വാസത്തിന്റെ കൂടെ വരുന്ന സംഭവമാണ് വിശുദ്ധി എന്ന് പറയുന്നത്. വിശ്വാസത്തിന്റെ കൂടെയാണ്. ഇപ്പൊ വിശ്വാസമുണ്ടോ, അതിന് ഓട്ടോമാറ്റിക്കായിട്ട് നീ ദൈവത്തെ സ്നേഹിക്കുകയും അതുപോലെ തന്നെ ആ ദൈവത്തിന്റെ ചൈതന്യത്തെ ജീവിക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളിൽ നിന്ന് ദൈവം അതീവ വിശുദ്ധയായതുകൊണ്ട് നമ്മൾ ദൈവത്തിന്റെ അനുഗ്രഹം പ്രാപിക്കാൻ ദൈവത്തിനെ പോലെ നമ്മൾ വിശുദ്ധിയിലേക്ക് വരണം. ദൈവത്തിനെ പോലെ വിശുദ്ധിയാണല്ലോ, അല്ലെങ്കിൽ ആത്മാർത്ഥമായ പരിശ്രമം നമ്മുടെ ഭാഗത്തുനിന്ന് വിശുദ്ധിക്ക് ഉണ്ടാകണം. അതുകൊണ്ടാണ് ദൈവം കുറ്റമറ്റവനായിരിക്കണം എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ എബ്രാഹത്തിനോട് ഉടമ്പടി ചെയ്യത്തില്ലേ? അപ്പോൾ ദൈവം എന്താ പറയണത്? നീ എൻ്റെ മുമ്പാകെ വേദനിക്കണം. 17:3 ഉൽപ്പത്തി പുസ്തകം. ഉൽപ്പത്തി 17:1 സർവശക്തനായ ദൈവമാണ് ഞാൻ, എന്റെ മുമ്പിൽ വ്യാപരിക്കുക, കുറ്റമറ്റവനായി വർത്തിക്കുക. ഈ കുറ്റമറ്റവനായി, അതായത് കുറ്റമറ്റവനായി നിൽക്കാൻ വേണ്ടിയാണ്. കാര്യം വെച്ചാൽ നമ്മുടെ ഭാഗ്യങ്ങളെല്ലാം അനുഗ്രഹങ്ങളെല്ലാം നിലനിൽക്കുന്നത്, നമ്മൾ ദൈവത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ നിലനിൽക്കുന്നത് നമ്മളുടെ കുറ്റമറ്റ അവസ്ഥകളിലാണ് ഇത് കൂടുതൽ വർക്ക് ചെയ്യണത്. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് ദൈവം കുറ്റമറ്റവൻ. ദൈവം ആരാണ്? ഇപ്പൊ 32-ാം സങ്കീർത്തനം 32:2 സങ്കീർത്തനം 32:2 കർത്താവ് കുറ്റം ചുമത്താത്തവനും ഹൃദയത്തിൽ വഞ്ചനയില്ലാത്തവനും ഭാഗ്യവാൻ. അതെ, ഭാഗ്യവൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ അമ്മ തന്നെ പറയും, എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് കീർത്തിക്കും. എന്താ കാരണം? കർത്താവ് കുറ്റം ചുമത്താൻ പറ്റാത്ത. അമ്മയുടെ ആത്മീയ കരുത്തെന്ന് പറയുന്നത് അതാണ്. എന്താണ്? എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് കീർത്തിക്കും. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ജപമണിമാലകളിൽ ഉയരും നന്മ നിറഞ്ഞവളമ്മ, തലമുറകൾ തോറും പാടും ഭാഗ്യവതിയമ്മ. ജപമണിമാലകളിൽ
ഉയരും നന്മ നിറഞ്ഞവളമ്മ. പറുദീസായായി അമ്മ ദൈവത്തിനു പാർക്കാം, പുണ്യാശ്രമമായി അമ്മ ഈശോയ്ക്കു വളരാം. പറുദീസായായി അമ്മ ദൈവത്തിനു പാർക്കാം, പുണ്യാശ്രമമായി അമ്മ ഈശോയ്ക്കു വളരാം. സകല തലമുറകളും. ലൂക്ക 1:48. ലൂക്ക 1:48. അവിടുന്ന് തന്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. നമ്മള് ക്രിസ്തുവിലെ ആയിരിക്കുമ്പോൾ പുതിയ സൃഷ്ടിയായിരിക്കണം. ഈ പുതിയ സൃഷ്ടിയാണ് ക്രിസ്തുവിലായിരിക്കുന്ന പുതിയ സൃഷ്ടിയാണ്. 2 കൊരിന്ത്യർ 5:17 വായിച്ചോളൂ. ക്രിസ്തുവിൽ ആയിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ്. പഴയത് കടന്നുപോയി, ഇതാ പുതിയത് വന്നു കഴിഞ്ഞു. അപ്പൊ ക്രിസ്തുവിലായിരിക്കുന്ന ആൾക്കാരാണ് പുതിയ സൃഷ്ടിയാണ്. അവരുടെ അവകാശം ഓഹരിയും എന്താണ്? അവരെ സകല തലമുറകളും ഭാഗ്യവതി എന്ന്. അമ്മ മാത്രമല്ല, ആരെല്ലാം ക്രിസ്തുവിലായിരിക്കുന്നുവോ, ആരെല്ലാം ക്രിസ്തുവിന്റെ വചനത്തിന് അനുപേക്ഷമായി ജീവിക്കുന്നുവോ, അവരെല്ലാം ദൈവം സകല തലമുറകളും ഭാഗ്യവാൻ എന്ന് പ്രകീർത്തിക്കും. കൈയടിച്ച് ജപമണിമാലകളിൽ ഉയരും നന്മ നിറഞ്ഞവളമ്മ. തലമുറകൾ തോറും പാടും ഭാഗ്യവതി അമ്മ. ജപമണിമാലകളിൽ ഉയരും നന്മ നിറഞ്ഞവളമ്മ. പറുദീസായായി അമ്മ ദൈവത്തിനു പാർക്കാം, പുണ്യാശ്രമമായി അമ്മ ഈശോയ്ക്കു വളരാം. തലമുറകൾ തോറും പാടും ഭാഗ്യവതി അമ്മ. ജപമണിമാലകളിൽ ഉയരും നന്മ നിറഞ്ഞവളമ്മ. തലമുറകൾ തോറും പാടും ഭാഗ്യവതി അമ്മ. ജപമണിമാലകളിൽ ഉയരും നന്മ നിറഞ്ഞവളമ്മ. പറുദീസായായി അമ്മ ദൈവത്തിനു പാർക്കാം, പുണ്യാശ്രമമായി അമ്മ ഈശോയ്ക്കു വളരാം. പറുദീസായായി അമ്മ ദൈവത്തിനു പാർക്കാം, പുണ്യാശ്രമമായി അമ്മ ഈശോയ്ക്കു വളരാം. അമ്മേ എന്റെ അമ്മേ, എന്റെ ഈശോയുടെ അമ്മേ, അമ്മേ എന്റെ അമ്മേ, എനിക്കീശോ തന്നുരമ്മേ.